നമസ്കാരം. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാര പ്രോഗ്രാം ഞാൻ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലെ ഒരു ചെറിയ ക്ലിപ്പ് ഫേസ്ബുക്കിൽ കണ്ടു, യൂട്യൂബിൽ കണ്ടു 2 ദിവസം മുമ്പ്. അതിൽ അദ്ദേഹം പറയുന്നതാണ്, എനിക്കിപ്പോൾ ഇത്രയും ജോലി ചെയ്യാൻ കഴിയുന്നത്, അദ്ദേഹം വളരെ ഹാർഡ് വർക്കിംഗ് ആയ ഒരാളാണ്. ജോലി ചെയ്യാൻ കഴിയുന്നത് ഞാൻ എൻ്റെ പാഷൻ തന്നെ തിരഞ്ഞെടുത്ത് അത് തന്നെ എൻ്റെ വർക്കിംഗ് മേഖല, ജോലി മേഖല ആയതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു മുഷിപ്പ് തോന്നില്ല. നേരെ മറിച്ച് എനിക്ക് താല്പര്യമില്ലാത്തൊരു മേഖലയിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇത്രയും ജോലി ചെയ്യാൻ കഴിയില്ലായിരുന്നു. എനിക്ക് ആ ജോലി ഒരു ബുദ്ധിമുട്ടായിട്ട്, ഒരു സ്ട്രെസ്സായിട്ട് തോന്നിയാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ജോലി നിർത്താൻ ആ രീതിയിലായിരുന്നേനെ ഒരുപക്ഷെ എൻ്റെ ചിന്ത. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് പറയുന്നത്, എപ്പോഴും പാഷൻസിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പാഷൻസിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി ഒരിക്കലും ഹാർഡ് വർക്കായിട്ടോ ബേർഡനായിട്ടോ തോന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പൂർണ്ണമായും അത് ശരിയാണ്. അദ്ദേഹം ഏത് കോണ്ടെക്സ്റ്റിലാണ്, ഏത് അർത്ഥത്തിലാണ് അത് പറഞ്ഞത് എന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. ഒപ്പം കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ താഴെ തന്നെ വന്ന രസകരമായൊരു കമൻ്റ് ഉണ്ട്. അതിൽ ഒരാൾ പറഞ്ഞതാണ്, കയ്യിൽ ക്യാഷ് ഉള്ളവൻ അങ്ങനെ പലതും പറയാം, പൈസയുടെ പ്രശ്നമുള്ളവർക്ക്, ദാരിദ്ര്യമുള്ളവർക്ക് പാഷനും നോക്കി നടക്കാൻ പറ്റില്ല, അവർക്ക് അടുത്ത ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ പട്ടിണിയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഇത് രണ്ടും രണ്ട് കോൺട്രാസ്റ്റിംഗ് വ്യൂസ് ആണ്. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ താഴത്തെ ആൾ പറഞ്ഞ കമൻറ്റിലെ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനാണ് ഞാനിന്ന് വിചാരിക്കുന്നത്. ആദ്യമായിട്ട് താഴത്തെ ആ കമൻറ്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പരിധിവരെ സത്യമുണ്ട്. രണ്ടുപേര് പറഞ്ഞതിലും ഒരു പരിധിവരെ സത്യമുണ്ട്. പൂർണ്ണമായിട്ടുള്ള സത്യം ഇതിൻ്റെ ഇടയിൽ എവിടെയോ ആണ്. പാഷൻ വേഴ്സസ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പൈസ, ശാരീരികവും മാനസികവുമായ ആരോഗ്യം, ഫാമിലി സ്റ്റെബിലിറ്റി ആൻഡ് ഡിഫറെൻറ്റ് അതർ സർക്കംസ്റ്റാൻസസ്, ഇവയെല്ലാം നമ്മുടെ ഒരു ബേസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു ബേസ് എത്രത്തോളം സ്ട്രോങ് ആണോ അത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പാഷനെ എത്രത്തോളം ഫോളോ ചെയ്യാൻ നമ്മളെ അനുവദിക്കും എന്നുള്ളതിലൊരു ഘടകം തന്നെയാണ് തീർച്ചയായിട്ടും. ഇതില്ല എന്ന് പറയരുത്. പാഷൻ ഫോളോ ചെയ്യാനും ലക്ഷ്യത്തിലെത്താനും നമുക്ക് ഹാർഡ് വർക്ക് വേണം, ഡിറ്റർമിനേഷൻ വേണം, ദൈവവിശ്വാസികൾക്ക് ഗോഡ്സ് ഗ്രേസ് വേണം. ഞാനൊരു ദൈവവിശ്വാസിയാണ്, അതുകൊണ്ട് ഞാൻ ഗോഡ്സ് ഗ്രേസ് എന്നുകൂടി പറയുന്നു. അതുപോലെ ലക്ക്, ഫെയ്റ്റ്, വാട്ട് എവർ യു വാണ്ട് ടു കോൾ ഇറ്റ്, അത് വേണം. പിന്നെ സർക്കംസ്റ്റാൻസസ് ഒരുപാട് അനുകൂലമായിട്ട് വരണം, അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസിനെ ഒരു പരിധി വരെ നമ്മൾ അനുകൂലമാക്കണം. പക്ഷേ ചില സമയത്ത് നമുക്ക് അതിനെ അനുകൂലമാക്കാൻ കഴിയാത്ത സർക്കംസ്റ്റാൻസസും വരാം. ഒരുപാടുണ്ട്. നമുക്ക് നമ്മുടെ ചെറിയൊരു ആക്സിഡൻറ്റ് മുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രീം സിനാരിയോ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻ ഫ്രാങ്കിൻ്റെ കേസ്, ഒരു 2ാം ലോക മഹായുദ്ധകാലത്ത് ഒരു ജൂത പെൺകുട്ടിയായിട്ട് ജീവിക്കേണ്ടി വന്നതാണ്. ഒരുപാട് ആഗ്രഹങ്ങളുള്ള, ഒരുപാട് കഴിവുകളുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് ഒട്ടും നിയന്ത്രണമില്ലാത്ത ലോകമഹായുദ്ധം എന്നുള്ളൊരു വലിയ വിപത്തിൽ ജീവിതം പൊലിഞ്ഞുപോയി. അതൊരു സിംബോളിക് കേസ് മാത്രമാണ്. എത്രയോ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ നമുക്ക് ഇന്നും കാണാൻ കഴിയും. ഒരുപാട് ഉദാഹരണങ്ങൾ എടുക്കാൻ കഴിയും. അഭയാർത്ഥികൾ പലരും അവരുടേതല്ലാത്ത തെറ്റുകൊണ്ട്, അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കൊണ്ട് സ്വപ്നങ്ങളും പാഷനും അംബീഷനും ജീവനും ജീവിതവും എല്ലാം നഷ്ടപ്പെട്ടവർ. അപ്പോൾ ഈ സർക്കംസ്റ്റാൻസസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സർക്കംസ്റ്റാൻസസിനെയും നിയന്ത്രിക്കാൻ കഴിയും എന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് കുറേയൊക്കെ പറ്റും, കഴിയുന്നത്. വി ഹാവ് ടു മേക്ക് ദ ബെസ്റ്റ് ഓഫ് വാട്ട് ഈസ് അവൈലബിൾ ടു അസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉദാഹരണം മനസ്സിലാക്കാൻ ഞാനൊരു ഒരു കാര്യം പറയാം. ഒരു 100 മീറ്റർ ഹൈറ്റാണ് നമ്മുടെ പാഷൻ എന്ന് വയ്ക്കുക, മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഇതിൽ സാമ്പത്തികമായ സ്റ്റെബിലിറ്റി, കുടുംബത്തിലെ സ്റ്റെബിലിറ്റി, ശാരീരിക മാനസികമായ ആരോഗ്യങ്ങൾ, ഇതൊക്കെയുള്ള ആൾക്ക് ഒരു 20-30 വരെ ഒരു ബേസ് ഉണ്ടെന്ന് വയ്ക്കാം. അയാൾക്ക് ആ 100-ൽ എത്തണമെങ്കിൽ ആ 30-ൽ നിന്ന് ജമ്പ് ചെയ്യാൻ പറ്റും. ആ 30-ൽ നിന്നൊരു 70 കൂടി ജമ്പ് ചെയ്താൽ തൻ്റെ 100 എന്ന ടാർഗറ്റ് പോയിന്റിലെത്തി. ടാർഗറ്റ് പോയിന്റ് ഇങ്ങനെ ഒരു അബ്സല്യൂട്ട് വാല്യൂ അല്ല കേട്ടോ, മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. നേരെ മറിച്ച് പലതരം സാഹചര്യങ്ങൾ കൊണ്ട്, സാമ്പത്തികം, സാമൂഹികം, ശാരീരികം, മാനസികം, വൈകാരികം, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് വല്ലാതെ കുറവായിരിക്കും. They might have to start, another person might have to start from 20, another from 10, some people from 0 and even negative. അങ്ങനെയുള്ളവർക്ക് ലക്ഷ്യത്തിലെത്താൻ 110 ചാടേണ്ടി വരും. ഇപ്പോൾ -10 എന്നാണ് ഒരാൾ ജമ്പ് ചെയ്യണമെങ്കിൽ, ടു റീച്ച് എ ടാർഗറ്റ് സിറ്റുവേറ്റഡ് അറ്റ് പോയിന്റ് 100 he will have to jump 110 meters. ഈ 30-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആൾക്ക് 70 മീറ്റർ ചാടി കഴിഞ്ഞാൽ എത്തും. -10 എന്നുള്ള ആൾക്ക്, അയാൾ 80 മീറ്റർ ചാടിയാലും അയാൾ എത്തുന്നത് +70-ൽ മാത്രമാണ്. ആൻഡ് ദ ടാർഗറ്റ് ഈസ് +100. സോ 30-ൽ നിന്ന് ചാടിയ ആളേക്കാൾ കൂടുതലായിട്ട് താഴ്ത്തുന്ന ആൾ പോയിട്ടുണ്ട്. പക്ഷേ 30-ൽ നിന്നുള്ള ആൾക്ക് എത്താൻ പറ്റി, താഴ്ത്തുന്ന ആൾക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ അവിടെ അയാൾ ചെയ്ത വർക്ക് സെയിം ആണ്, പക്ഷേ സ്റ്റാർട്ടിംഗ് പോയിന്റും സാഹചര്യങ്ങളും കാരണം അയാൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല. ഇറ്റ്സ് നോട്ട് ഹിസ് ഓർ ഹെർ ഫോൾട്ട്, അല്ലേ? പിന്നെ ഒരു തരം ബയാസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെ വിജയത്തിലെത്തിയ ആൾക്കാരെ നമുക്കറിയാം. അവരുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പാഷൻസിനെ ഫോളോ ചെയ്ത് വിജയത്തിലെത്തിയ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നേരെ മറിച്ച് ഒരുപാട് പേര് പരാജയപ്പെട്ട് പോയിട്ടുണ്ട്. ആ പരാജയപ്പെട്ട വലിയൊരു ബോട്ടം ഓഫ് ദ ഐസ്ബർഗ് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വിജയിച്ചവരെയും പരാജയപ്പെട്ടവരെയും എല്ലാവരെയും കൺസിഡർ ചെയ്യണം, അല്ലേ? അങ്ങനെ വരുമ്പോൾ പാഷൻസിനെ ഫോളോ ചെയ്യാനും അത് തിരഞ്ഞെടുക്കാനും അതിനു വേണ്ടി ജീവിക്കാനും ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വരണം.
നമുക്ക് എത്രത്തോളം സാഹചര്യങ്ങൾ എതിരാണോ അത്രത്തോളം എക്സ്ട്രാ നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ ഇത് വല്ലാതെ സിമ്പിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ തെറ്റിദ്ധരിക്കുക. ഒബ്വിയസ്ലി നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളെ മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. സോ ബാക്കി എല്ലാ വേരിയബിൾസും അവിടെ ഉണ്ട് എന്ന് അക്നോളജ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള കാര്യം മാക്സിമം നീറ്റ് ആയിട്ട് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ദാറ്റ്സ് ഓൾ ദാറ്റ് വി ക്യാൻ ഡു ഫോർ, അല്ലേ? അതും ശരിയാണ്. പിന്നെ പിന്നെ വേറൊരു കാര്യം, കുട്ടികളിലേക്കും ടീനേജിലേക്കും അവർക്ക് അവരുടെ ഇപ്പോൾ ജോലി സംബന്ധമായോ അവരുടെ കരിയർ സംബന്ധമായോ അവർക്ക് അവരുടെ പാഷൻ അല്ലെങ്കിൽ അവരുടെ മേഖല തിരഞ്ഞെടുക്കേണ്ടി വരുന്ന സാഹചര്യം അതിലേക്ക് കടക്കുകയാണ്. ഇവിടെ പലതരം ഘടകങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ കുട്ടികളുടെ താല്പര്യം, പാഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഘടകമാണ്. ഒരിക്കലും മാതാപിതാക്കൾ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല അത്. പക്ഷേ ഇവിടെയും കുട്ടികൾ അവരുടെ പാഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് അവരുടെ ഏജ്, അവരുടെ കഴിവുകൾ എല്ലാം വെച്ചിട്ട് അവർക്ക് സ്യൂട്ടബിൾ ആയ ഒരു മേഖലയാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. ഇവിടെ നമുക്ക് അബ്സല്യൂട്ടായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ, അത് സാധ്യതയുണ്ടോ എന്നുള്ളത്. രണ്ടാമത് ഒരു പാഷൻ അവർ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ അവരൊരു പാഷനാണെന്ന് പറയുന്നത് എത്രത്തോളം അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടാണ് എന്നുള്ളത് ചിന്തിക്കണം. ഏത് ഉദാഹരണം എടുക്കാം? ഇപ്പോൾ ഒരു ഡോക്ടേഴ്സ് കേസ് തന്നെ എടുക്കാം. എനിക്കറിയുന്ന ഉദാഹരണം ഞാൻ പറയുന്നു എന്നുള്ളത് കേട്ടോ. ഇപ്പോൾ ഒരു ഡോക്ടറുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വൈറ്റ് കോട്ടിൽ നടക്കുന്നു, സ്റ്റെത്ത് ഇടുന്നു, വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം കണ്ടതുകൊണ്ട് ഒരു സോഷ്യൽ റെസ്പെക്ട് നമുക്ക് കിട്ടുന്നുണ്ട് കുറേയൊക്കെ. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ഡോക്ടർ പ്രൊഫഷൻ ഇഷ്ടമാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, ദാറ്റ്സ് ഗുഡ്. പക്ഷേ അത് മാത്രം കണ്ടുകൊണ്ടാണ് ആ പ്രൊഫഷൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ്സ് ഒരു ടണൽ വിഷനാണ്. ഇതിനെ നമുക്ക് ഒരുപാട് ജസ്റ്റ് ലൈക്ക് എനി അതർ ജോബ് ഒരുപാട് വർഷങ്ങൾ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യണം. നമുക്കൊരു സ്പെഷ്യാലിറ്റി എടുക്കണമെങ്കിൽ 2 ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാംസ് നമ്മൾ ക്ലിയർ ചെയ്യണം. പിന്നെ നമുക്ക് ഈ പറയുന്ന മരണം, അസുഖങ്ങൾ, ഇതെല്ലാമുള്ള ആ ഒരു സെറ്റപ്പ്, രക്തം, അങ്ങനെ എല്ലാമുള്ള ആ സെറ്റപ്പിൽ നമുക്ക് ത്രൈവ് ചെയ്യാൻ പറ്റണം. പലർക്കും അതിനോട് ഇഷ്ടമല്ല. അത് ത്രൈവ് ചെയ്യാൻ പറ്റണം. ഉറക്കമില്ലാത്ത രാത്രികൾ ഒരുപാടുണ്ട്. നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. നമുക്ക് ഒരിക്കലും പകൽ മാത്രമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പല ഫാമിലി സോഷ്യൽ ഒക്കേഷൻസും നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും. റിപ്പീറ്റ്, എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് പരിചയമുള്ള ഡോക്ടേഴ്സ് മേഖല ഞാൻ പറയുന്നു എന്നുള്ളത് കേട്ടോ. അല്ലാതെ ഒരു ജോലിയും എക്സ്ട്രാ സ്പെഷ്യലാണ്, ഒരാൾക്ക് മാത്രമാണ് ബുദ്ധിമുട്ടെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. എനിക്ക് പരിചയമുള്ളത് ഞാൻ പറയുന്നു എന്നുള്ളത്. അപ്പോൾ ഇപ്പറഞ്ഞ ബുദ്ധിമുട്ടുകളെല്ലാം കണ്ടുകൊണ്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ വേരിയസ് ഫാക്ടേഴ്സ് മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റിൽ ഇഫ് ദേ വാണ്ട് ടു പെർസ്യൂ ദാറ്റ് കരിയർ, ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് എ ബാലൻസ് തിങ്കിങ്. പക്ഷേ ചിലത് മാത്രം കണ്ടുകൊണ്ടാവരുത്. ഇതുപോലെ ഏതൊരു മേഖലയും, ഇപ്പോൾ ഫേമസ് ആയ മേഖലകൾ എടുത്താൽ, ഇപ്പോൾ സ്പോർട്സ്, ഒരു വിരാട് കോഹ്ലിയോ രോഹിത് ശർമ്മയുടെയോ കളിക്കുന്ന ആ ഒരു ഗ്ലാമറോ പരസ്യങ്ങളോ മാത്രം കണ്ട് ഞാനൊരു ക്രിക്കറ്റർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് ബാലൻസ് തിങ്കിങ് അല്ല. തുടക്കം മുതൽ ക്രിക്കറ്റ് കളിച്ചു വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അതിനുവേണ്ടി വേണ്ട ത്യാഗങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നോക്കി മാക്സിമം ഡാറ്റ കളക്ട് ചെയ്ത് മാക്സിമം ചിന്തിച്ച് മാക്സിമം സ്വയം സ്യൂട്ടബിൾ ആണോ ചിന്തിച്ച് എടുക്കുന്ന ഡിസിഷൻസ് ആണ് എപ്പോഴും പെർഫെക്റ്റ് ആവുക. നോബഡി ക്യാൻ ടേക്ക് എ പെർഫെക്റ്റ് ഡിസിഷൻ. സോ നമുക്ക് വാട്ട് വി ക്യാൻ സ്ട്രൈവ് ഫോർ ഇസ് ടു മേക്ക് ദാറ്റ് ഡിസിഷൻ ആസ് ഇൻഫോംഡ് ആസ് പോസിബിൾ, ആസ് ക്ലോസ് ടു പെർഫെക്ഷൻ ആസ് പോസിബിൾ എന്നുള്ളത് മാത്രമാണ്. അതൊരു വ്യക്തി സ്വയം ചെയ്യേണ്ടതാണ്. കുട്ടികളായതുകൊണ്ട് നമുക്ക് മാതാപിതാക്കൾക്ക് കഴിയുന്നത്ര അവരെ സഹായിക്കാൻ ശ്രമിക്കാം. ഫോർ ദാറ്റ് വി ഹാവ് ടു ഹാവ് പ്രോപ്പർ ഇൻഫർമേഷൻ. ഗുഡ് ഇൻറ്റൻഷൻസ് നമുക്ക് മിക്ക കേസുകളിലുണ്ട്. ഇൻറ്റൻഷൻസ് വേണം, ഇൻഫർമേഷൻ വേണം. ഇതിനെല്ലാം പ്രധാനമായിട്ട് കുട്ടികളുമായുള്ള ഒരു റാപ്പോ വേണം. പ്രത്യേകിച്ച് ടീനേജേഴ്സ് എത്രത്തോളം നമ്മളോട് പാരൻസിനോട് റിസപ്റ്റീവ് ആവും എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ലോ. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ട് ഏജ് ആണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമുണ്ട്, ഒരു കുട്ടിയും പെട്ടെന്ന് ജനിച്ച ഉടനെ ടീനേജിലേക്ക് പോവുകയല്ല. നമ്മുടെ മുമ്പിൽ ജനിച്ച് ആദ്യത്തെ കുറേ കാലം 24 hours നമ്മുടെ കൂടെ താമസിച്ച് നമ്മുടെ കൂടെ വർഷങ്ങൾ ജീവിച്ചാണ് അവർ ടീനേജിലേക്ക് കടക്കുന്നത്. സോ ടീനേജ് ഈസ് സംതിങ് ദാറ്റ് വി ഹാവ് ടു പ്രിപ്പയർ അവർസെൽസ് ഫോർ. ഈ കുട്ടികൾ അപ്പോൾ ടീനേജ് എത്തുമ്പോഴേക്കും അവരിൽ വേണ്ട നല്ല ഗുണങ്ങൾ, അവരും നമ്മളും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ റാപ്പോ, സംസാരിക്കാനുള്ള ഒരു സ്പേസ്, അത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. ഒരുപാട് തലമുറകൾക്കിടയിൽ അതില്ല. പാരൻസിനും കുട്ടികളിലും വ്യത്യസ്ത അഭിപ്രായമുള്ള കാര്യങ്ങൾ സമചിത്തതയോടെ, പരസ്പര ബഹുമാനത്തോടെ, പരസ്പര അംഗീകാരത്തോടെ സംസാരിക്കാനും ചർച്ച ചെയ്യാനും കഴിയുന്ന ഒരു അന്തരീക്ഷം, അതെല്ലാം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. വി ഹാവ് ടു പ്രിപ്പയർ ഫോർ ദ ടീനേജ് ഓഫ് ചിൽഡ്രൻ. എല്ലാത്തിനും നമുക്ക് പ്രിപ്പറേഷൻ വേണം. വി ഹാവ് ടു പ്രിപ്പയർ ഫോർ ഓൾഡ് ഏജ്, വി ഹാവ് ടു പ്രിപ്പയർ ഫോർ സം ഡിപ്പാർച്ചേഴ്സ്, വി ഹാവ് ടു പ്രിപ്പയർ ഫോർ ടീനേജ്, എവറിത്തിങ്. സോ ആ ഒരു റാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഏതൊരു കാര്യത്തിലും എന്ന പോലെ ഇവിടെയും പാഷൻസിനെ കുറിച്ചും ചോയ്സസിനെ കുറിച്ചും ഇൻഫർമേഷനെ കുറിച്ചും എല്ലാം ഒരു ഗുഡ് ഡിസ്കഷൻസ് കഴിയും. അങ്ങനെ ഒരു ഗുഡ് ഡിസ്കഷൻസിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ കുറെ കൂടി ബെറ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം, ടീനേജ് കൗൺസിലിംഗ്, ടീനേജ് സെലക്ഷൻ ഓഫ് കരിയേഴ്സ് എന്നുള്ളൊരു കാര്യം കൂടി ഇതിനോട് ഞാൻ ചേർത്ത് പറയുന്നു. ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നു, ഈ ഹാപ്പിനെസ് എന്നുള്ളതിന് പല തലങ്ങളുണ്ട്. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതൊക്കെ ഐഡിയൽ തലത്തിൽ അതാണ് വേണ്ടത്. പക്ഷേ റിയൽ ലൈഫിൽ പലയിടത്തും ഇതൊരു ഓൾ ഓവർ ഞാൻ അല്ലല്ലോ. നമുക്ക് അത്രയും 100% ഹാപ്പി അല്ലാത്തൊരു സിനാരിയോ ആണെങ്കിൽ പോലും വി ഹാവ് ടു ബി ലേൺ ടു ഹാപ്പി വേ വി ആർ, അല്ലേ? നമ്മൾ ഇരിക്കുന്നിടത്തുള്ള സാഹചര്യങ്ങളിൽ പരമാവധി ഹാപ്പിനെസ് ഒബ്ജക്റ്റീവ്ലിയും അല്ലാതെയും കണ്ടെത്താനുള്ള ഒരു ലൈഫ് സ്കില്ല് കൂടി നമുക്കുണ്ടാവണം, നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം, അല്ലേ? അതുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ലക്ഷ്യത്തിൽ എത്തിയാൽ മാത്രമേ ഹാപ്പി ആവുമെന്ന് വിചാരിച്ചാൽ ഇൻ മെനി കേസ് വിൽ ബി ഡിസപ്പോയിൻറ്റഡ്. പക്ഷേ
കുറച്ച് താഴെയാണെങ്കിൽ പോലും നമ്മൾ പരമാവധി ശ്രമിക്കുക. എത്തിയില്ലെങ്കിൽ പോലും ആ ഒരു പോയിന്റിൽ സന്തോഷം കണ്ടെത്താനും ബി ഹാപ്പി വെയർ യു ആർ എന്നുള്ളൊരു ഗ്രേറ്റ് ലൈഫ് സ്കിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് ജീവിതത്തിൻ്റെ സന്തോഷത്തെ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ എന്നൊരു കാര്യം കൂടി ഇതിനോടുകൂടി ചേർക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിച്ചത്. പിന്നെ ഒറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി, ദ ഡ്യൂറേഷൻ. ഒരു പാഷൻ എത്രത്തോളം കാലം നിലനിൽക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു സ്ട്രെങ്ത്തിനുള്ള വൺ ഓഫ് ദ എന്താ പറയുക ക്രൈറ്റീരിയ ആയിട്ട് ഉപയോഗിക്കാം. എപ്പോഴും വന്നു പോയി പറയുന്നത് അത്ര ഒരു ഡീപ്പ് പാഷൻ ആവാൻ വഴിയില്ല. ഇഫ് ഇറ്റ് പെർസിസ്റ്റ്, ഇഫ് ഇറ്റ് ഓവർകംസ് ദ ഗ്രേറ്റസ്റ്റ് ടെസ്റ്റ് ഓഫ് ടൈം, ദെൻ ഇറ്റ്സ് മോർ ലൈക്ലി ടു ബി മോർ ഇൻറ്റൻസ് ആൻഡ് ഓണസ്റ്റ് എന്നുള്ളതാണ്. ഇറ്റ്സ് മോർ ലൈക്ലി ടു ബി, അതൊരു അബ്സല്യൂട്ട് ക്രൈറ്റീരിയ അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിച്ചത്. നിങ്ങളും ഇതിനെക്കുറിച്ച് ചിന്തിക്കും. താങ്ക് യു.